എന്ന് കാണിച്ച് ഈ കവുങ്ങിൽ നമ്മൾ കയറി നോക്കിയിരിക്കുന്നു. ഇതിലെത്ര അടയ്ക്കാണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇത് ആവശ്യം പോലെ, അതായത് ഞാൻ ഈ കയറിയ ഒരു കവുങ്ങിൽ മാത്രമല്ല കേട്ടോ ഇങ്ങനെ. ഞാൻ സന്തോഷം, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ കാവുങ്കാൽ പഞ്ചായത്തിലെ കുറ്റിക്കോൽ പഞ്ചായത്തിൽ കാവുങ്കാൽ എന്ന സ്ഥലത്താണ്. അതിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ലൊക്കേഷനൊക്കെ നമുക്ക് തരാം. ഞാനിത് ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ കാരണം ഇതുണ്ടോ, എൻ്റെ കൈയുടെ താഴെ കവുങ്ങ് കായ്ച്ചു നിൽക്കുന്നു. ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങളെ ഞാൻ പറഞ്ഞ് അറിയിക്കുക. അതായത് ഇന്നിപ്പോൾ നമ്മൾ 2-3 ഇനം കവുങ്ങളാണ് പരിചയപ്പെടുന്നത്. അതാ ഇമാതിരിയുള്ള ചുള്ളന്മാർ ചക്കന്മാരെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. 1-2 അത് നമ്മുടെ ഇക്കാണ്ട് കൂടെ നമ്മളൊക്കെ. അപ്പോൾ ഇതാ ഇവിടുന്ന് ഇഷ്ടം പോലെ ഇതിൻ്റെ കുറേ കവുങ്ങളുടെ ഇനങ്ങൾ, അതിൻ്റെ വ്യത്യാസങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കരീമിക്കാനെ പരിചയപ്പെടാനാണ്. അതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് ഈ സ്ഥലപ്പേര് എനിക്ക് പറഞ്ഞു പിടിപ്പിക്കാവുന്നത് വളരെ പാടായതുകൊണ്ട് തന്നെ. കരീമിക്ക, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ സ്ഥലപ്പേരെന്ന് ആദ്യം പറയൂ, ഇത് എവിടെയാണ് ആക്ച്വലി നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? ഞാനിത് ഞങ്ങൾ കുറ്റിക്കോൽ പഞ്ചായത്ത്, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ കുറ്റിക്കോൽ പഞ്ചായത്തിൽ എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം കാവുങ്കാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കാവുങ്കാൽ അതാണ് സ്ഥലങ്ങൾ. എനിക്ക് കേട്ട് പരിചയമില്ലാത്ത സ്ഥലങ്ങളായതുകൊണ്ടാണ് നിൽക്കാനെ കൊണ്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് ഈ അപ്പുറം ഇപ്പുറം ഒക്കെ കാണുന്നത് തന്നെ ഇഷ്ടം പോലെ കവുങ്ങും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ തോട്ടങ്ങളിലുള്ള പഴുക്ക പറിച്ച് അത് വളർത്തി വലുതാക്കി വിൽക്കുന്ന തൈകളാണ്. അപ്പോൾ ഇതിൽ 3-4 വെറൈറ്റികളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വെറൈറ്റികളാണ് നല്ലത്, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഏത് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈൽഡ് കിട്ടുന്നത്, ഒരു കർഷകന് ലാഭം കിട്ടുന്നത് എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കരീമിക്ക, നമ്മുടെ ഈ അടുത്ത് ഇതേതാണ് ഈ തൈകള്? ഇത് ഇന്റർസി മംഗള എന്ന് പറയുന്ന ഇപ്പം നല്ല കാസർഗോഡ് ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു കവുങ്ങിനാണ് ഇന്റർസി മംഗളം. എന്തുകൊണ്ടാണ് കാസർഗോഡ് ഏറ്റവും ഇത് എങ്ങനെ ഒരു പ്രചാരത്തിലുള്ളതാണെന്ന് പറയാൻ കാരണം? പ്രചാരത്തിലുള്ളതെന്ന് പറയാനാണെങ്കിൽ ഇത് പിന്നെ ഹീൽഡ് ഏറ്റവും കൂടുതൽ ഹീൽഡ് പിന്നെ കിട്ടുന്ന ഒരു ഇനമാണിത്. ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്ന ഒരു ഇനമാണ്. അതായത് ഇത് നമ്മൾ 3 വട്ടമാണോ 4 വട്ടമാണോ നമ്മൾ കോർപ്പ് എടുക്കുന്നത്? അത് ഒരു 4 പ്രാവശ്യം എടുക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നത് ഇതില് ഒരൊറ്റ കൊലയില് എത്ര പഴുക്ക അടയ്ക്ക ഉണ്ട്? ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ 250 വരെ അടക്ക കിട്ടുന്നുണ്ട്. 250-300 വരെ അടക്ക കിട്ടുന്ന. 250, അതായത് ഒരു കൊലയിൽ 250 തൊട്ട് 300-350 വരെ കിട്ടുന്നുണ്ട്. ഒരു കവുങ്ങില് നല്ല ഈൽഡ് ആണെങ്കിൽ 1200-1300 അടക്ക വരെ കിട്ടും. ഒരു കവുങ്ങിൽ നല്ല ഈൽഡ് ആണെങ്കിൽ 1200-1300 എന്ന ഒരു റേഞ്ച് വരെ നമുക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ മീൻസ് വിളവ് കിട്ടുന്ന ഒരു ഇനം ഈ ഇന്റർസി മംഗള ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന ഇനാണ് ഇന്റർസി മംഗള. പക്ഷെ ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് ആൾക്കാർ പറയുന്നത് കാസർഗോഡാണ് നല്ലത്. കാസർഗോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാസർഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ തനിനാടൻ കാസർഗോഡിലുള്ള തനിനാടൻ കവുങ്ങാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. മാത്രം ഹീൽഡ് പിന്നെ ഇന്റർസി മംഗളേനേക്കാളും കുറച്ച് കുറവായിരിക്കാം. എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പ്രതിരോധ ശേഷി കൂടുതലുണ്ട്, പിന്നെ ആയുസും കൂടും. കാസർഗോഡ് നാടനാകുമ്പോൾ പിന്നെ ഏകദേശം 100 വർഷമായ കവുങ്ങൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുണ്ട് ഇപ്പോൾ എല്ലായിടത്തും. അതായത് കാസർഗോഡിനാണെങ്കിൽ ഏകദേശം നമുക്ക് 100 വർഷം വരെ അതിനൊരു ആയുസുണ്ട്. പിന്നെ പ്രതിരോധ ശേഷി കൂടുതലാണ്. അതില് ഒരു 700-800 ഇറക്ക വരെ കിട്ടുന്ന കവുങ്ങൊക്കെ ഉണ്ട്. 700-800 ഒരു കവുങ്ങിന്ന് ഒരു കൊലയിലപ്പം ഒരു 150-200 അങ്ങനെ ഉണ്ടാവും. ഇന്റർസി മംഗളയ്ക്ക് എത്ര വർഷത്തെ ആയുസുണ്ട്? ഇന്റർസി മംഗള എന്ന് പറഞ്ഞാല് പിന്നെ ഒരു 30 വർഷത്തെ ആയുസ് ഉണ്ടാവും. 30 വർഷം. സമയത്ത് നമ്മുടെ നാടനമാണെങ്കിൽ 100 വർഷം കായ കവുങ്ങ് 100 വർഷമായ കവുങ്ങ് നമുക്ക് തന്നെ ഞാൻ തന്നെ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മളെ കൃഷിയിടത്തെല്ലാം ഉണ്ട്. തൈകൾ നമ്മൾ കാണുമ്പോൾ ഉറപ്പായിട്ട് അപ്പോൾ അതുവരെ തന്നെ കഴിഞ്ഞു. ഇന്റർസി മംഗള കഴിഞ്ഞു. അടുത്തത് ഇത് രത്നഗിരിയാണ്. ഈ കാണുന്നത് രത്നഗിരിയുടെ രത്നഗിരി. അതും ഇന്റർസി മംഗള രത്നഗിരി തമ്മിലുള്ള വ്യത്യാസം, രത്നഗിരി ആണെങ്കിൽ പിന്നെ കുറച്ചും കൂടി ആയുസ് കൂടും. ഹീൽഡ് പിന്നെ ഏകദേശം എന്ന് പറയുമ്പോൾ എത്ര വർഷം വരെ കൂടും? ഒരു 70 വർഷം 80 വർഷം വരെ. നാളെക്കാളും കുറച്ച് അടുത്തടുത്ത് നിൽക്കും. ഹീൽഡും ഇതിൽ ഒരു 800-1000 അടക്ക വരെ കിട്ടുന്നുണ്ട്. അതാണ് ഇന്റർസി മംഗളേനേക്കാളും കുറച്ച് കുറവ്.
ഓക്കെ, അതായത് ഇന്ദ്രസീമംഗളേക്കാളും കുറച്ച് കുറഞ്ഞിട്ട് കാസർഗോഡിനേക്കാളും കുറച്ച് കൂടിയിട്ട് ഓക്കെ, അതിൽ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന നല്ല ഇപ്പൊ നമുക്ക് നല്ല വളമൊക്കെ ചെയ്ത് ശക്തി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രതിരോധ ശക്തി നമ്മളെ നാടൻ കവുങ്ങുണ്ടല്ലോ അതിന്റെ അതേ റേഞ്ച് തന്നെ വരും. പ്രതിരോധ ശക്തിയൊക്കെ കൂടുതലാണ്. ഈ ഇന്ദ്രസീമംഗളേക്ക് അപ്പോൾ മറ്റ് അസുഖങ്ങൾ കൂടുതലാണ്. അസുഖങ്ങൾ ഉദ്ദേശിക്കുന്ന സാധാരണ പഴക്കി കിടന്ന് പൊഴിഞ്ഞു പോകുന്നതാണല്ലോ, പനി പിടിച്ച് പൊഴിഞ്ഞു. അതിനിപ്പോ ഞങ്ങളിപ്പോ ഇവിടെ എന്താണ് തുരിശും പിന്നെ ചുണ്ണാമ്പും കൂടിയിട്ടുള്ള ആ മിശ്രിതമാണ് അടിക്കുന്നത്. അതൊരു 4-5 പ്രാവശ്യം അടിച്ചു കൊടുക്കേണ്ടി വരുന്നത്. നാളെ മഴ ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ്. നമ്മളെ പ്രദേശത്ത് മൊത്തത്തിൽ കേരളത്തിൽ മഴയുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു 4-5 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. പിന്നെ അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന പ്രശ്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നമ്മൾ ഈ തുരിശടിച്ചതിന് ശേഷവും ഇന്ദ്രസീമംഗളയിൽ നിന്ന് പൊഴിഞ്ഞു പോകാറുണ്ടോ? തുരിശടിച്ച മഴ ശരിക്കും നിന്ന് പെയ്ത് കഴിഞ്ഞാലുള്ള കുറച്ച് പ്രശ്നം തന്നെയാണ്. ഒരു 10-15 ദിവസമൊക്കെ നിന്ന് പെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ ഇപ്രാവശ്യം നമ്മളെ എൻ്റെ തോട്ടത്തിൽ തന്നെ ഒരു 10 കവുങ്ങില് ചെറുതായിട്ട് കണ്ടതേ ഉള്ളൂ. ഞാൻ അത്ര ശ്രദ്ധിച്ചുകൊണ്ട് ഒരു 10 കവുങ്ങില് അതും പിന്നെ ഒരു വ്യാപകമായിട്ട് പകർന്നു പിടിച്ചിട്ടില്ല. പോയിട്ടില്ല. അത് ഒറ്റ വേറെ കവുങ്ങ് ഒരു 10 കവുങ്ങിന് പോയെന്നല്ലാണ്ട് പിന്നെ വ്യാപകമായിട്ട് അങ്ങനെ പോയിട്ടില്ല. രത്നഗിരി ഇനിയിപ്പോ പിന്നെ നമ്മൾ കാസർഗോഡ് നാടൻ. ഇതിപ്പോ കാസർഗോഡ് നാടൻ അത് എന്താണ് ഇനം എന്നായിരുന്നു അറിയേണ്ടത്. പിന്നെ ഒരു ചോദ്യം, ഇതിൽ ഏറ്റവും നല്ലത് ഏതാണ്? അസുഖം കുറഞ്ഞ് എല്ലാ വർഷവും ഒരേപോലെ ഈൽഡ് കിട്ടുന്ന സാധാരണ ഒന്നരാടൻ എന്നൊരു സ്കീമുണ്ട്. ആ സ്കീം വരരുത്. എല്ലാ വർഷവും ആവറേജ് വിളവ് കിട്ടുന്ന ഒരു കർഷകന് വെക്കാൻ പറ്റിയത് ഏതാണ്? ആവറേജ് പിന്നെ എല്ലാ വർഷവും ഒരേപോലെ ഈൽഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ദ്രസീമംഗലം വെക്കണം. നേരെ മറ്റേ കാസർഗോഡിനാണെങ്കിൽ പ്രതിരോധ ശേഷിയൊക്കെ കൂടുതലാണ്. അടക്ക ഇഷ്ടംപോലെ കിട്ടും. പിന്നെ എല്ലാ വർഷവും ഒരേപോലെ കായ്ക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മളെ പിന്നെ ഭാഗ്യം പോലെ ഉണ്ടാവും. പിന്നെ മോഹിത് നഗർ ഉണ്ട്. മോഹിത് നഗർ അല്ലേ? ബാംഗ്ലൂരിലെ ഏതോ ഒരു സ്ഥലപ്പേര് ഓർമ്മിപ്പിക്കുന്നു. ഇതിനെന്താണ് പ്രത്യേകത? ഇതും നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഈ രത്നഗിരിനെ പറഞ്ഞ പോലെ പ്രതിരോധ ശേഷിയൊക്കെ കുറച്ച് കൂടുതലുള്ള ഇനാണ്. പിന്നെ ഈ നല്ല ഈൽഡ് കൂടുതൽ. രത്നഗിരി അതേ റേഞ്ച് തന്നെ വരും. രത്നഗിരിക്ക് നമ്മൾ 800 ഇതിന്റെയൊക്കെ തൈകൾക്ക് എന്താണ് വില? ഇതിന് തൈ ഇപ്പോൾ 30 രൂപക്കാണ് ഞങ്ങളിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് കൊറിയറിനുള്ള സൗകര്യമുണ്ട്. കൊറിയർ ആക്കിയിട്ട് നമുക്ക് ദൂരത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം വരെ നമുക്ക് പിന്നെ ഓർഡർ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ തൈ മേടിക്കുന്നത് കൂടാതെ പഴുക്ക ആരെങ്കിലും ചോദിച്ചാൽ പഴുത്ത അടക്ക ഇപ്പൊ അടുത്ത മാസം ഡിസംബർ ഒരു 10 ആകുമ്പോൾ തന്നെ പഴുത്ത അടക്ക ഒരുപാട് ഓർഡർ ഉണ്ട്. ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഒരുപാട്. ഇപ്പൊ നമുക്ക് പിന്നെ ഈ അടക്കൊക്കെ നല്ല റേറ്റ് ആണ്. ഇന്ന് 600 രൂപക്ക് വരെ എത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അടക്ക ഭയങ്കര റേറ്റാണ്. അതുകൊണ്ട് പിന്നെ ഒരുപാട് പിന്നെ ഫോൺ കോൾസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. നമുക്ക് അതിനെ പറ്റി അറിയാൻ. അടക്ക പിന്നെ 10 രൂപ അയച്ചു കൊടുക്കുന്നുണ്ട്. 10 രൂപ. എങ്ങനെയാണ് പാകേണ്ടത്? അടക്ക ശരിക്കും പറിച്ച് നമ്മൾ ഉടനെ ഒരു 6 വെയിൽ കൊളിക്കണം. നല്ല വെയിൽ ഒരു 10 വെയിലോളം കൊള്ളാം. അതിൻ്റെ എന്താ ചാണം ഉണ്ടല്ലോ, പശുവും ചാണം പിന്നെ ശരിക്കും ഒരു ദ്രവരൂപത്തിലാക്കിയിട്ട് ഈ കുഴച്ച് വെക്കണം. ഒരു 10 ദിവസം പിന്നെയും കുഴച്ച് വെക്കണം. കുഴച്ച് വെച്ചിട്ട് ഒരു പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ഇതിനെ ഒരു മാറ്റി വെക്കും. അങ്ങനെ വേറെ ആയിട്ട് മാറ്റി വെക്കും. മനസ്സിലായില്ല. നിങ്ങൾ പിന്നെ ഈ ഒറ്റയാക്കി മാറ്റി വെക്കും. കൂടുതൽ ഇടുന്നില്ല. കൂടുതൽ ഇടാതെ തന്നെ വേറെ തന്നെ മാറ്റി വെക്കും. ഒരു 10 ദിവസം വെച്ചിട്ട് നമ്മൾ എന്താക്കും, ഈ അടക്ക എന്താക്കാം ഓരോരോ അടക്കയ്ക്ക് മാറ്റി നമ്മൾ ഈ ദൂരെ അല്ല എല്ലാം ടച്ച് ആക്കിയിട്ട് അടുത്ത് തന്നെ വെക്കും. അപ്പോൾ ഒരു 60 ദിവസം കഴിയുമ്പോൾ അത് മുള വരും. നമ്മൾ ഈ മുള വരുന്നതിന് മണലിട്ട് കൊടുക്കുവോ? ഒന്നും വേണ്ട. പിന്നെ വെയിൽ കൊണ്ടിട്ട് ഉണങ്ങാൻ പാടില്ല.
അതൊരു കുറച്ച് നല്ലൊരു പിന്നെ പ്രതലുണ്ട് നമുക്ക് ഈ തണുപ്പ്. അതിപ്പോ ചെയ്യാന്നത്ര ഇപ്പൊ ഡിസംബറിലാണ് അടക്കം എടുക്കുന്നത്. ഇപ്പൊ ചെയ്യാനില്ല. ഇപ്പൊ ഡിസംബർ ആകുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യും. അപ്പൊ അത് അതിന് മുള വരും അവിടുന്ന്. നല്ല തണുപ്പുള്ള മണ്ണിൽ വെച്ച് ഇടക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം, ചെറുതൊന്നും അടിച്ചു കൊടുക്കണം. അപ്പൊ മുള വരും. മുള വരുമ്പോൾ നല്ല കാമ്പുള്ള മുള നോക്കിയുള്ളതിന് നമ്മൾ എന്താക്കുന്നു, കൂട്ടയിൽ മാറ്റും. കൂട്ടയിൽ മാറ്റും. പിന്നെ കൂട്ടയിൽ മാറ്റുമ്പോൾ നല്ല വളമൊക്കെ ഇടും, ചാണകം. പിന്നെ ഈ പാകുന്ന സമയത്ത് ഞങ്ങൾ പാകുക എന്നാണ് പറയുന്നത്. ഈ പാകി വെക്കുന്ന സമയത്ത് മണലോ മണ്ണോ ഒന്നും ഇടണ്ട, വെറുതെ മണ്ണിന് മുടി വെറുതെ നിർത്തി വെച്ചാൽ വെറുതെ അടി കുറച്ച് പിന്നെ ഇളക്കം വേണം. പിക്കാസോ കൈക്കോട്ടിലും എല്ലാം നിരത്തി വെച്ചാൽ മതി. അപ്പൊ അവിടെ പിന്നെ കിളുത്ത് വരുന്നത്. അപ്പൊ നല്ല ഉഷാറുള്ള തൈ നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ കൂടയിലേക്ക് മാറ്റി ഈ ഒരു വലിപ്പത്തിൽ വരുന്നത് നിലത്ത് വെക്കുന്ന സമയത്ത് നമ്മളിവിടെ എന്താണ് അടിവളം? നിങ്ങൾ കാസർഗോഡുകാരോട് ചോദിച്ചാൽ കറക്റ്റ് വളമൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ ഞങ്ങളിപ്പോ എല്ലുപൊടിയാണ് ഇടുന്നത്. പിന്നെ ഞാൻ ഈ രാസവളത്തിന് ഞാൻ തീരെ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ ആരും പറയല്ല, രാസവളം ഞാൻ ഉപയോഗിക്കാൻ ആരും പറയല്ല. എന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവവളം തന്നെ. ഞങ്ങൾക്ക് ഇവിടെ പിന്നെ പശുവിൻ്റെ തൊഴുത്തലുള്ളതുകൊണ്ട് നമുക്ക് ചാണകം അതിൻ്റെ പിന്നെ എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ആട്ടിൻപിട്ട കിട്ടുന്നുണ്ട്. ആട്ടുപിട്ട കിട്ടുന്നത്. ആട്ടുപിട്ട ഏറ്റവും നല്ല പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഇഷ്ടം പോലെ ഇപ്പൊ ആടുകളൊക്കെ വളർത്തുന്നുണ്ട് എല്ലാവരും. അവൻ്റെ വളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞാൽ ഈ കോഴിത്തീട്ടുണ്ടല്ലോ, കോഴിത്തീട്ടം ചെറുതായിട്ടും ദൂരത്ത് വിറക്കി കൊടുക്കും. ഈ മറ്റേ കൊണ്ടാ പോയി അത് അതിന്റെ ചൂടായിട്ട് അത് സാധനം നിൽക്കൂല. അപ്പൊ ദൂരത്ത് ഒരു 30 സെന്റിമീറ്റർ പിന്നെ ദൂരം തന്നെ ആയിട്ട് ഇടണം. ചുറ്റും 30 സെന്റിമീറ്റർ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പിന്നെ നമുക്ക് പണി തരും. അതുകൊണ്ട് അത് പിന്നെ എല്ലുപൊടി ഇടാറുണ്ട്. പിന്നെ ഞാൻ രാസവളം എന്ന് പറഞ്ഞ സാധനം ഞാൻ എന്റെ വളത്തിലേക്ക് ഉപയോഗിക്കില്ല. വർഷത്തിൽ ഒരു 3 പ്രാവശ്യം ഇടും. 3 തവണ ചാണകവും ആട്ടിൻകാഷ്ടം പിന്നെ എല്ലുപൊടി പിന്നെ ഈ കോഴിത്തീട്ടം ഇത് മാത്രം ഉപയോഗിക്കും. 3 തവണയായിട്ട് ഇട്ട് കൊടുക്കും. വേനൽക്കാലത്ത് നനയ്ക്കേണ്ട സ്കീമുണ്ടോ? നനക്ക് സ്പ്രിംഗ്ലർ ആക്കി ചെയ്യുന്നുണ്ട്. നന ആവശ്യമാണ്. നന ആവശ്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസി മംഗളക്ക് നല്ല വെള്ളം വേണം. പിന്നെ എങ്ങനെയാണെങ്കിൽ ഇൻട്രസി മംഗളക്ക് പിന്നെ ഈ മോഹിത് നായറിനൊക്കെ നല്ല വെള്ളം വേണം. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് തൈ കൊണ്ടുവന്ന ആളെല്ലാം ഞാൻ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പിന്നെ അടുത്തരി വെക്കും. എത്ര അടി അകലത്തിലാണ് വെക്കേണ്ടത്? എത്ര അടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് സാധാരണ മീഡിയം സൈസ് കാലിൽ 10 ചവിട്ട് 10 ചവിട്ടും 12 ചവിട്ടും. 10 ചവിട്ടെന്ന് പറയുമ്പോൾ ചേട്ടാ ഒരു ചവിട്ടെന്ന് പറയുമ്പോൾ 7 ഇഞ്ച് 7 14 ഒരടി. അപ്പോ 10 ചവിട്ടുന്ന 10 അടി ആവല്ലോ. 10 അടി അല്ലേ? 10 അടി അകലം 10 അടി വീതിയിലാണ് എല്ലാം ചെയ്യല്. പിന്നെ നല്ലോണം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ 2 വർഷം 2.5 വർഷം കൊണ്ട് കായ്ക്കുന്ന ഇൻട്രസി മംഗളൊക്കെ ചിലപ്പോൾ 4 വർഷം കഴിഞ്ഞാലും കായ്ക്കൂല. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് പിന്നെ അതിന്റെ ആ വെയിലും പ്രകാശവും വെളിച്ചവും എല്ലാം വേണം. 10 അടി അകലം വേണം. വെള്ളം വേണം. പിന്നെ നമ്മൾ നാടൻ കവുങ്ങിന് വെള്ളം പിന്നെ അത്ര കുറച്ച് കുറവ് മതി. മംഗളക്ക് വെള്ളം കൂടുതൽ വേണം. നമ്മൾ കാസർഗോഡ് വെള്ളം കുറവ് മതി. വെള്ളം അത്യാവശ്യം പിന്നെ ഒരു 6 ദിവസത്തേക്ക് ഒരു പ്രാവശ്യം വെള്ളം കൊടുത്താൽ മതി. ചോദിക്കാൻ വന്നത് കണ്ടത്തിൽ വെക്കാൻ പറ്റുമോ? കണ്ടത്തിൽ വെക്കാം. കണ്ടത്തിൽ വെക്കാൻ പിന്നെ എല്ലാം വെക്കാം. നാടനായെങ്കിൽ വെക്കാം, ഇൻട്രസി മംഗളാണെങ്കിൽ വെക്കാം. വെള്ളം വാർന്നു പോകാൻ സ്ഥലമാണ്. വെള്ളം എപ്പോഴും കിട്ടുന്ന കണ്ടത്തിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ആരും ഓടിക്കൊണ്ടായി കണ്ടത്തിലേക്ക് സംശയമില്ല. മീനെ മാത്രം വിട്ടാലേ ജീവിക്കും. അപ്പോൾ കരിമുക ഈ കവുങ്ങ് ഏതാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്? ഈ കവുങ്ങ് ഇൻട്രസി മംഗള. ഇതാണ് ഇൻട്രസി മംഗള എന്ന് പറയുന്നത്. ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാക്കാനുള്ള സിമ്പിളാണ്. കാരണം പറഞ്ഞതുപോലെ 1000 അടയ്ക്ക കൂട്ടുപോലെ ഉണ്ട്. 1000 അടക്കല്ല, 1000 അടക്ക ഇപ്പൊ തന്നെ 1000-ന് മുകളിലായി കാണും. ഒരു 2 ട്രിപ്പ് അത് എടുത്തു കഴിഞ്ഞു. ഇപ്പൊ ആൾക്കാർ പറിച്ചുകൊണ്ട് ഇതിലുണ്ടായിരുന്ന പഴുത്തതെല്ലാം അവര് എടുത്തു. അത് 2ാമത്തെ ട്രിപ്പ് കഴിഞ്ഞത്. 3ാമത്തെ ട്രിപ്പിനാണ് ഇപ്പൊ കാണുന്നത്. 3ാമത്തെ ട്രിപ്പാണ് കാണുന്നത്. വിളവെടുക്കുക അല്ലെങ്കിൽ അടയ്ക്ക പറിക്കുക, പഴുക്ക പറിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ അവര് ചെയ്യുന്ന സമയമാണ്. ഇതിപ്പോ ഇതിന്റെ കോർപ്പാണ് ഈ കയ്യിലിരിക്കുന്നത്. ഇത് ഇന്റർമംഗള. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഈ കായയുടെ വലിപ്പം തന്നെയാണ് അല്ലേ? വലിപ്പമുണ്ട്, അതേപോലെ തന്നെ എണ്ണ കൂടുതലും ഉണ്ട്. എണ്ണ കൂടുതൽ തന്നെ അപാര പിന്നെ
ഇത് നമുക്ക് എത്ര എണ്ണത്തിന് ഒരു കിലോ കിട്ടും? പിന്നെ 1 കിലോ കിലോ ഇപ്പൊ ഇത് പഴുക്കാണല്ലോ, പഴുക്ക നമ്മൾ കൊണ്ടുപോയി ഉണക്കല്ലേ, അതിനുശേഷം അത് നമ്മൾ ആ അകത്തെ അടയ്ക്ക അടയ്ക്കാനല്ലോ, അടയ്ക്ക എത്ര അടയ്ക്ക കൂടുതൽ 1 കിലോ ആകും? പിന്നെ 1 കിലോ ആണെങ്കിൽ 120 അടക്ക, 100 തൊട്ട് 120 വരെ അടയ്ക്ക. അത് ലാഭമാണോ ചേട്ടാ? അതൊരു കർഷകനാണ്, ഇവിടെ നിന്ന് പഴുക്കെടുക്കാൻ വന്ന. അതെ അല്ലേ? സാധാരണ നമുക്ക് ആവറേജ് എത്രയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ആവറേജ് ഇപ്പൊ ഒരു കവുങ്ങിൽ നിന്ന് ഇത് ഇപ്പൊ ഇവിടെ നമ്മൾ ഔചിരാദമായിട്ട് ഇവിടുന്ന് ഇൻഡസ്ട്രി മംഗളയുടെ വിത്തെടുക്കാൻ വന്നല്ലേ? വിത്തെടുക്കാൻ വന്നതാണ്. അത് എന്തുകൊണ്ടാണ് ഈ സാധനം തിരഞ്ഞെടുക്കാൻ കാരണം? നഴ്സറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഇൻഡസ്ട്രി മംഗളയാണ്, കാരണം നല്ല ഇനമാണ്. ഒന്നാമത്തെ ഇതിന്റെ കായ്ക്ക് വലിപ്പം കൂടുതൽ, അതേപോലെ തന്നെ മോഹൻദാറും പറഞ്ഞിട്ടുണ്ട്. അതും ഇവിടെ ഉണ്ടല്ലേ? നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് ഇത് കണ്ടോ, നമ്മൾ ഈ സ്ക്രീനിൽ കാണുമ്പോൾ എല്ലാം കവുങ്ങെ കൂടെ നല്ല രീതിയിൽ കൊടിയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ല സ്കീമല്ലേ? ഇതിന്റെ വളം കുറഞ്ഞു പോകുന്ന അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഈൽഡും കുറയൂല, വളവും കൊടിയിട്ട് പിടിപ്പിക്കാം. പക്ഷെ കുറച്ച് കൊടിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഈ പഴുക്ക പറിക്കുമ്പോൾ, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതല്ലാതെ വേറെ വലിയ കുഴപ്പങ്ങളോ ദുരിതങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും ഇവിടുത്തെ കോർപ്പ് നമുക്ക് വൃത്തിയായിട്ട് കാണാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, വേറൊന്നുമല്ല. ഇത് മുകളിലായതുകൊണ്ടും ഇവിടെ ഏണി ഇല്ലാത്തത് കൊണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ കറക്റ്റ് ആൻറ്റി ലൈറ്റിൻ്റെ ഒരു സമയമാണ്. ബട്ട് ഒരു കാര്യം നമുക്ക് 100% വിശ്വസിക്കാൻ, താഴെ പറിച്ചു വെച്ചേക്കുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇതാ മാക്സിമം ക്ലിപ്പുകൾ നമ്മൾ കവുങ്ങിൽ നിൽക്കുന്നതും എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 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 ഡൗട്ടില്ലാതെ ഇത് ഇൻഡസ്ട്രി മംഗളയല്ല, നമ്മൾ ഇൻഡസ്ട്രി മംഗള എന്ന ഇനം നമുക്ക് ചൂസ് ചെയ്യാം. കാരണം എവിടെ നോക്കിയാലും എല്ലാ കവുങ്ങിക്കൂടെയും മാന്യമായ കായ്പിടുത്തമുണ്ട്. ഇതാണ് അവരുടെ മുഴുവനൊരു തോട്ടത്തിൻ്റെ സംവിധാനം. എല്ലാ കവുങ്ങയിലും കൊടി ഇട്ടിട്ടുണ്ട്, അത് മറ്റൊരു പ്രത്യേകതയാണ്. ഇടയ്ക്കോടെ വാഴ വെച്ചിട്ടുണ്ട്, അതും മറ്റൊരു പ്രത്യേകതയാണ്, ഇല്ലേ? കാരണം എല്ലാം കിട്ടുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ആ ഒരു സ്കീമിൽ തന്നെയാണ്. ഇത് നമുക്കിവിടെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ചേട്ടാ? അസുഖം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ മഴ കൂടുമ്പോൾ ആ ഒരു പിന്നെ മഹാകാളി രോഗത്തിന്റെ ആ ഒരു പ്രശ്നം അല്ലാണ്ട് വേറെ അസുഖങ്ങളായിട്ടൊന്നുമില്ല. വന്ന് കാണാറില്ല. ഏരിയയുടെ പ്രത്യേകത ഒന്നുമില്ല, നമുക്ക് കേരളത്തിന്റെ എല്ലാ ഏരിയയിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയല്ലേ? എല്ലാ ഏരിയയും ചെയ്യാം. ഞാൻ എടുത്തെടുത്ത് പറയുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം ഇവിടെ കവുങ്ങൽ ആവശ്യം പോലെ നമ്മൾ കാണുന്നുണ്ട്. അതൊരു ചെത്തി ചാടിക്കുന്ന കാരണം കൊലയായിട്ട് എടുത്ത് നമുക്ക് എണ്ണി കാണിക്കാൻ പറ്റുന്നില്ല, തെറിച്ച് ചെതറി പോകുവാണ്. ഈ കവുങ്ങിന് ഇപ്പോൾ ഏകദേശം ഒരു 40-50 അടി പേരുണ്ടാവൂലേ? അത്ര പേരുണ്ടാവും. എത്ര പേരുണ്ടാവും? ഇത് ഏതാ ഏനം? ഇത് മോഹിത് നഗറാണ്. ഇത് മോഹിത് നഗർ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ബോണ്ട പോലത്തെ കായ്കളാണ്, വലിപ്പക്കൂടി. എത്ര കായ്ക്ക് എന്ന് പറഞ്ഞു നോക്കും? ഇത് 1 കിലോയ്ക്ക് എത്ര കായ? ഒരു 100 കാണണമെങ്കിൽ 100. മറ്റേ നമ്മൾ ആദ്യം കണ്ട ഇൻഡസ്ട്രി മംഗളയ്ക്ക് 120 ആണെങ്കിൽ ഇത് മോഹിത് നഗറിന് 100 1 കിലോ കിട്ടും. എല്ലാ കവുങ്ങൾക്കും ആവറേജ് ഹൈറ്റിന് ഈ പറയുന്ന കുറവൊന്നും നമുക്കിവിടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കണ്ടോ, എല്ലാം വളരെ വലിയ കവുങ്ങുകളാണ്. ഇതിപ്പോൾ എത്ര വർഷമായ കവുങ്ങുകളാണ്? ഇത് ശരി 25 വർഷം. അത്രയും പ്രായമായ കവുങ്ങുകളാണ്. അടയ്ക്ക പറിക്കുന്നൊരു സമയമാണ്. നമ്മൾ ഓരോന്നത്തെ ചെത്തി താഴെ ഇടുകയാണ് ചെയ്യുന്നത്. നടുക്കുള്ള ഒരെണ്ണത്തെ കയറുന്നു, പേപ്പർ എല്ലാം ചെത്തി വലിച്ചിടുന്നു. ചേട്ടനിരിക്കുന്നത് ആ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതുണ്ടോ, ഇവിടുത്തെ കവുങ്ങൾ നമുക്കിതിപ്പോൾ ആൻറ്റി ലൈറ്റാണ്. കവുങ്ങ് മുകളിലേക്ക് നിൽക്കുന്നത് കൊണ്ടും സൂര്യൻ മുകളിൽ നിന്ന് വരുന്നത് കൊണ്ടും നമുക്കിത് സൂം ചെയ്താലും നമുക്ക് ആ കവുങ്ങുകളുടെ കോർപ്പ് ബ്ലറായി പോവുകയാണ്. നോക്കട്ടെ, ഒരു ഏണി വെച്ച് കയറി ഞങ്ങളത് കാണിക്കാൻ സാധിക്കുവാണെങ്കിൽ കാണിക്കാം. ഇൻഡസ്ട്രി മംഗളയുടെ ഒരു തൈകളുടെ തോട്ടമാണ്. അപ്പോൾ നമുക്കിവിടെ എന്തായാലും ഇതാ ചേട്ടായുടെ ഹൈറ്റിലാണ് അത് കായ്ച്ചു നിൽക്കുന്നത്. ഇത് എത്ര വർഷമായതാണ്? ഇത് ഇപ്പോൾ 3.5 വർഷം കഴിഞ്ഞ്. ഇത് 3.5 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷമാണ് വരുന്നുണ്ട്. ഇതിപ്പോൾ എത്രാമത്തെ വർഷം കായ്ക്കാൻ തുടങ്ങും? 2 വർഷം കഴിയുമ്പോൾ തന്നെ കായ്ക്കാൻ തുടങ്ങി. 2 വർഷം കഴിയുമ്പോൾ തന്നെ കായ്ക്കാൻ തുടങ്ങും. ഇപ്പോൾ ഏകദേശം എത്ര പേരും കാണും? ഒരു 10 അടി 10 അടി കായ വരുന്നത്. പിന്നെ അതിൻ്റെ ഓല കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ? ഇവിടുത്തെ എല്ലാ ചെടികളും അതാ കായ്ച്ച് തുടങ്ങിയതാണ്, ഒരെണ്ണമല്ല. ഇത് നമ്മൾ വിത്തിന് ഇത് നമ്മൾ വിത്തെടുക്കും. ഇത് വിത്തെടുക്കാനായിട്ടില്ല, വിത്തെടുക്കാൻ പറ്റില്ല. ഇത് വിത്തെടുക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇതിന്റെ ഹൈറ്റിൽ നമ്മുടെ ചേട്ടായിക്ക് 5 അടി ഹൈറ്റേ ഉള്ളൂ. 5 അടി ചേട്ടന്റെ ഹൈറ്റ് 5 അടി 4 ഇഞ്ച്. അതെ
4 അല്ലെങ്കിൽ 6 ആ ഒരു ഹൈറ്റിൽ ഷോൾഡറിൻ്റെ ഒപ്പമാണ് ഈ ഇന്റർസി മംഗളയല്ല ഇത് ഇന്റർസി മംഗള കാഴ്ച കിടക്കുന്നത്. ഇതിനൊരു എന്താ പറയുന്നത്, വിശ്വസിക്കാം. ഞാൻ നേരിൽ കണ്ട കാര്യം വിശ്വസിക്കാണ്ടിരിക്കേണ്ട അല്ല. ഞങ്ങൾ എങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് സാധനം തോട്ടം കണ്ടിട്ട് സാധനം എടുക്കാം. തോട്ടം കണ്ട് വാങ്ങിക്കാം. ഞങ്ങൾ പിന്നെ കൂടുതൽ തൈ അടക്ക ആവശ്യമുള്ള ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു, വന്ന് നോക്കിയിട്ട് എടുത്തോളൂ. കേടെ വലിപ്പം അറിയണമെങ്കിൽ ഇതാ ഏകദേശം നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടായെന്ന് വിചാരിക്കുന്നു. ഇതൊരു കുഞ്ഞ് കവുങ്ങിൽ നിൽക്കുന്ന അടക്കയാണ്. എന്തായാലും ഒരു ബോണ്ടയോളം വലിപ്പമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ബോണ്ടയൊക്കെ അല്പം ചെറുതാണ്. നിങ്ങളുടെ നാട്ടിലെ ബോണ്ട എത്ര ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഈ കാണുന്ന കവുങ്ങുകളിലൊന്ന് കയറി അതിലുള്ള കായ്കൾ നമുക്ക് അടുത്ത് കാണാം. അപ്പോൾ നമുക്ക് ഏകദേശം മുകളിൽ നിന്നുള്ളൊരു വ്യൂവും കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ കവുങ്ങിൻ തോട്ടം. നമ്മളിപ്പോൾ ഏണിയുടെ പുറത്താണ്. അതുകൊണ്ട് തന്നെ എല്ലാ കവുങ്ങിലെയും നമുക്ക് വളരെ വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കിനി ഇപ്പോൾ ഇവിടെ നിന്നുള്ളൊരു ഗുണം, ഇവിടെ നിന്നവർ നമുക്ക് തൈ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വിത്തടയ്ക്ക വാങ്ങിക്കൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട്. വിത്തടയ്ക്ക വാങ്ങി കൊറിയറിൽ എത്തിച്ചു തരും. അപ്പോൾ നമുക്ക് സമയം പോലെ അത് പാകി ആദ്യം ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ പാകി മുളപ്പിച്ചാൽ മതിയാകും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു മനോഹാരിത. ഇത് ഏതായിരുന്നു ചേട്ടാ? ഏതായിരുന്നു ഇത് ഇൻഡർസി മംഗള. ഇത് ഇൻഡർസി മംഗള. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ തൈകൾ ഇവിടെ നിന്നെടുത്ത കായുടെ തൈകളാണല്ലേ? അതെ അതെ അതെ. ഇവിടെ നിന്നെടുത്ത ചെടിയുടെ, അതായത് ഇവിടുത്തെ കായെടുത്ത ചെടിയുടെ തൈകളാണ്. നമ്മളിതാ ഒരു താഴെ നിന്ന് കാണിച്ച് ഈ കവുങ്ങിൽ നമ്മൾ കയറി നോക്കിയിരിക്കുന്നു. ഇതിൽ എത്ര അടയ്ക്കാണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഇത് ആവശ്യം പോലെ, അതായത് ഞാൻ ഈ കയറിയ ഒരു കവുങ്ങിൽ മാത്രമല്ല കേട്ടോ ഇങ്ങനെ, ബാക്കിയുള്ളത് ഞാൻ പുറകെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കവുങ്ങിൻ്റെ കായ്ഫലം കാണുന്നതിന് വേണ്ടിയിട്ട് കയറിയതാണ്. ആവശ്യം പോലെ പനങ്കൊല പോലെ പനങ്കൊല പോലെ എന്ന് പറയാൻ പറ്റില്ല, നീളമില്ലല്ലോ. എന്തായാലും ആവശ്യത്തിൽ അടയ്ക്കുന്നുണ്ട്, ആവശ്യം പോലെ അടയ്ക്കുന്നുണ്ട്. ഈ ഇന്ന് നമ്മൾ നോക്കിയത് കവുങ്ങ് കൃഷി. അതിലിപ്പോൾ നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതായിരുന്നു? ഇന്റർസി മംഗളയും ഒരെണ്ണം പിന്നെ മോഹിത് നഗർ ഇത് രത്നഗിരി. അതിൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് നമ്മുടെ ഇന്റർസി മംഗള മോഹിത് നഗർ ആണ്. അതുപോലെ തന്നെ ഇച്ചിരി വെള്ളം കുറവുള്ള ഏരിയയിലൊക്കെ നമ്മുടെ നാടൻ കാസർഗോഡൻ വയ്ക്കാം. ഈ ഒരു ഇന്ന് ഇവിടെ നിന്ന് സൈൻ ഓഫ് ചെയ്യാനുള്ളൊരു കാരണം, ഇന്ന് നമ്മൾ മരത്തിലൊന്നും, അതായത് അടയ്ക്ക മരത്തിലൊന്നും നമ്മൾ പഴുത്ത അടയ്ക്കകൾ കണ്ടില്ല. കാരണം ഇന്ന് ഇവരെല്ലാം പറിച്ച് തീർത്തു പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരം കാണിച്ചു കൊടുത്തെല്ലാം പച്ച അടയ്ക്കാണ്. അപ്പോൾ വിത്തടയ്ക്ക വേണ്ടവരും അതേപോലെ തന്നെ തൈകൾ വേണ്ടവരും നമ്മുടെ ഇക്കായിട്ട് ബന്ധപ്പെടുക. രണ്ടും കൊറിയർ അയച്ചു തരുന്നതാണ് അല്ലേ? വന്നെടുക്കുന്നവർക്ക് തോട്ടം കാണാനുള്ളൊരു സൗകര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കാണേണ്ടവർക്ക്, ഈ വീഡിയോ കണ്ടവർക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ തോട്ടം വന്ന് നേരിൽ കണ്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.